ഹലോ നമസ്കാരം. പത്രമാറ്റിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനന്തപുരിയിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ ക്ലിപ്പുകൾ കാണുന്നതാണ് കേട്ടോ. ക്ലിപ്പുകൾ കാണുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അനാമികയാണ്. അനാമിക ഇവിടുന്ന് പോയതുകൊണ്ട് അവർ വേണു പകരം വിട്ടുന്നതാണ് എന്നിങ്ങനെ പറയാണ് മൂർത്തി മുത്തശ്ശൻ കേട്ടോ. അപ്പോൾ പറയും ഇതിൻ്റെ പിന്നിൽ അവളാണ്, അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണം, അബിയാവുമോ എന്ന് വയ്ക്കും. അപ്പോൾ അബിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ പറയും പറയാൻ പറ്റില്ല അവൻ്റെ കാര്യം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും അപ്പോൾ അവൾ നയനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും ഇതിപ്പോൾ ഒരു തെറ്റും ചെയ്യാണ്ട് ആദർശ് ഇത് മുഴുവൻ കേൾക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ അങ്ങനെയുള്ള വിഷമമുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആദർശ് ഇത് ചെയ്തത്. പക്ഷേ ആദർശിന് ഒരു ചീത്തപ്പേരായി പോയി അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഇതിൻ്റെ പിന്നിൽ അവൾ തന്നെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്, ദേവയാനിയൊക്കെ ഉണ്ട്, അജയനും ദേവയാനി എല്ലാവരും ഉണ്ട്. അപ്പോൾ ജയൻ ദേവയാനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ പറയും എന്താ നോക്കാം, അവർ ഇതുവരെ പോകുന്നു നോക്കാം നമുക്കിപ്പോൾ. മീഡിയക്കാർ ആണെങ്കിലും ഒരാൾ ഒന്ന് ഒരു ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെയാവും പിന്നെ എല്ലാ ആളുകളും വരിക. അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ നോക്കാം, അവർ ഇതുവരെ പോകുന്നത് നമുക്കറിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ. പുള്ളിക്ക് വലിയ പ്രസിദ്ധമൊന്നുമില്ല, കാരണം പുള്ളി എന്തും വന്നാലും നേരിടാം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അബി നിന്നിങ്ങനെ ചിരിക്കുകയാണ്. പുറത്തിങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നൊരു കപ്പിൽ ചായ എന്തോ പിടിച്ചിട്ട് നിന്നിങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു ക്രൂരമായിട്ടുള്ള ഒരു ചിരി ഉണ്ടല്ലോ. അത് ചിരിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മളെ നയനെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നയനെ പെട്ടെന്ന് നിൽക്കുമ്പോൾ അവനങ്ങനെ അയ്യോ പാവത്താനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ പറയും ആരാടാ അതിൻ്റെ പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഏടത്തി പറയുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ അനാമികയ്ക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഏടത്തി എന്നറിയും. നീയാണോ ചോദിക്കും. ഞാനല്ല ഏടത്തി, ഞാനെന്തിനാ അത് ചെയ്യുന്നത്, ഞാനല്ല. അങ്ങനെയാണെങ്കിൽ എടുത്ത് തെളിവും കൊണ്ട് പറയും, തെളിവ് ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇതിലിപ്പോൾ ആദർശേട്ടനെയാണ് ഈ പറയുന്നത് മുഴുവൻ. ആദർശേട്ടനെ